എവിടെ പോവാ? നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയാലല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ മമ്മിയുടെ അനിയത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വന്തം അമ്മേനെ പോലെ തന്നെയാണല്ലോ അല്ലേ, എല്ലാവർക്കും അങ്ങനെയൊന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പോൾ ദാ ഇവരുടെ വീട് ഒരിപ്പുറം അമ്പലത്തിൻ്റെ അടുത്താണ്. നമ്മൾ വീട്ടിലെത്തി. നമ്മളെ കാത്ത് മമ്മിയുടെ അനിയത്തിയുടെ മോനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്പലത്തിലെ തേര് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ കാണുന്നുണ്ട്. ഇന്ന് കുറച്ച് തേരും പിന്നെ ചെണ്ടകൊട്ടും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഈ വീഡിയോ ഇന്നെടുത്ത വീഡിയോ അല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ച എടുത്തതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച 3 ദിവസമായിരുന്നു ഒരിപ്പുറം അമ്പലത്തിൽ ഉത്സവം. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഒരു ദിവസമാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പോൾ നല്ല രസമുണ്ട്. റോഡിൽ ഈ കൊണ്ടുപോകുന്ന ചെണ്ടമേളം എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്. ദാ ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സദ്യയായിരുന്നു ആൻറ്റി ഉണ്ടാക്കിയിരുന്നത്. സദ്യയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ആൻറ്റി മറ്റേ കണ്ടത്തിൽ പോയിട്ട് നമുക്ക് തേങ്ങാവെള്ളം കരിക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് കരിക്കൊക്കെ ചെത്തി തന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ റിലാക്സായി കുറേ നേരം നമ്മളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ പോയിട്ട് അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണല്ലോ, തേരൊക്കെ ഓൾറെഡി കൊണ്ടുപോയി. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോയായിരുന്നു. നമ്മളൊരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അമ്പലത്തിലേക്ക് പോയത്. തൊട്ടടുത്ത് തന്നെയാണ്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ ഈ ഒരു 4 മണി സമയത്ത് നല്ല തിരക്കാണ് അവിടെ. അതേപോലെ തന്നെ ഈ റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് പോയ തേരിനെയൊക്കെ അമ്പലത്തിലേക്ക് കെട്ടിയിറക്കുന്ന ഒരു കാഴ്ചയും കൂടി ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്തൂടെ പോയി. അതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം.